നെക്സ്റ്റ് പ്രോബ്ലം നമ്പർ 18 ഇതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് the mean productivity rating for all employees at a company was 3.8 on 5-point scale last year. This year you get a rating from the representative sample of 15 employees from the human research management. Do the data from the sample provide evidence that the employee productivity in the department of human resource management is significantly higher than in the company as a whole? Write the null and alternate hypothesis for this problem. You use statistical analysis software to test the null hypothesis stated above. ഇതാണ് ചോദ്യം. ഇതിൽ നമുക്ക് തന്നിരിക്കുന്നത് ഒന്ന് പറയാം എന്തൊക്കെയാണ്. നമുക്ക് ആദ്യത്തെ 5-point സ്കെയിലിൽ കിട്ടിയത് ആദ്യം 3.8 ആണ്. അത് ഹ്യൂമൻ റിസർച്ച് മാനേജ്മെൻറ്റ് അവർക്ക് ഒരു ക്ലാസ് എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരു സ്കെയിൽ കിട്ടി. 15 സാമ്പിൾസിനാണ് 15 പേഴ്സൺസിനാണ് നമ്മൾ കൊടുത്തത്. അത് ഡാറ്റ സാമ്പിൾ ഡിപ്പാർട്ട്മെൻറ്റ് സാമ്പിൾ ഓഫ് 15 എംപ്ലോയീസിന് ക്ലാസ് കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ അവരുടെ 5-point സ്കെയിൽ 5-point സ്കെയിലിന് 1, 2, 3, 4, 5 എക്സലൻറ്റ്, ഗുഡ്, വെരി ഗുഡ് അങ്ങനെ വരുന്നതാണ്. അതാണിത് കിട്ടിയത്. ഇത് നമുക്ക് തന്നിട്ടില്ല, നമ്മൾ തൽക്കാലം എടുത്തതാണ്. നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അതെടുക്കും വരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ എടുത്തു കഴിഞ്ഞപ്പോൾ ഇതുകൊണ്ട് ഈ HR ഡിപ്പാർട്ട്മെൻറ്റ് ഈ ക്ലാസ് കൊടുത്തതുകൊണ്ട് ഗുണമുണ്ടോ എന്നുള്ളതാണ് ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന നൾ ഹൈപ്പോസിസ് 3.8 എന്ന് തന്നെ എടുക്കും. 3.8 ആണല്ലോ തന്നിരിക്കുന്നത്. ഓൾട്ടർനേറ്റീവ് ഹൈപ്പോസിസ് 3.8 കൂടുതലാണെന്ന്. ഇതാണ് നമ്മുടെ നൾ ഹൈപ്പോസിസ് ആൻഡ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോസിസ്. നൾ ഹൈപ്പോസിസ് ഒന്നുകൂടെ പറയാം. നൾ ഹൈപ്പോസിസ് H0 mu equal to 3.8. H1 എന്താ? mu greater than 3.8. ഇതാണ് നൾ ഹൈപ്പോസിസ്. റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾട്ടർനേറ്റ് ഹൈപ്പോസിസ് എടുക്കും. അപ്പോൾ HR ഈ എംപ്ലോയീസിന് ക്ലാസ് കൊടുത്ത് ഗുണകരമായി എന്നാണ്. അപ്പോൾ ആദ്യം നമ്മൾ അതിൻ്റെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് കണ്ടുപിടിക്കണം. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് കണ്ടുപിടിക്കാനായിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ മീൻ കാണണം. ഇതിൻ്റെ എല്ലാം കൂടെ മീൻ അത് ഇതാണ്. എന്നിട്ട് x/-x² കാണണം, s² കാണണം. ഇതിൻ്റെ എല്ലാം ഇതിൻ്റെ സിഗ്മ xi-x²/n-1 അത് കണ്ടു. ഇതാണ് കിട്ടിയത്. എസ് കിട്ടി, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇത് വേരിയൻസ്, ഇത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇതെല്ലാം നമ്മൾ കാണണം. ഒരു പ്രോബ്ലം ചെയ്യുകയാണെങ്കിൽ ആ മെത്തേഡാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. ആദ്യം x² കാണണം, n തന്നിട്ടുണ്ട്. xi-x² സിഗ്മ കാണണം. അതിനെ n-1 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇത് കിട്ടി. അതാണ് വേരിയൻസ്. അതിന് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടി. അത് കഴിഞ്ഞ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് T കാണണം. x ബാർ മൈനസ് മ്യൂ ഡിവൈഡ് ബൈ s/√n കാണണം. അത് 5.056 ആണ്. ഡിഗ്രി ഓഫ് ഫ്രീഡം n-1 15-1 14 ആണ് ഡിഗ്രി ഓഫ് ഫ്രീഡം. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ വാല്യൂ ഇത് ടേബിളിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 1.7613 ആണ് ടേബിൾ വാല്യൂ. നമുക്ക് കിട്ടിയതോ 5.056. അപ്പോൾ ഗ്രേറ്ററാണ്. കാൽക്കുലേറ്റഡ് വാല്യൂ ടേബിൾ വാല്യൂവിനേക്കാൾ കൂടുതലായതുകൊണ്ട് നൾ ഹൈപ്പോസിസ് റിജക്റ്റ് ചെയ്ത് ഓൾട്ടർനേറ്റ് ഹൈപ്പോസിസ് എടുത്തു എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ നമ്മൾ പി വാല്യൂ ആണെങ്കിലോ, നമ്മൾ പി വാല്യൂ ആണെങ്കിൽ ഇതാണ് പി വാല്യൂ. പി വാല്യൂ എന്താ? ലെസ് ദാൻ ആൽഫയാണ്. ആൽഫ എന്താ? 0.05. അങ്ങനെ അത് ആ മെത്തേഡാണെങ്കിൽ പി വാല്യൂ ലെസ് ദാൻ ആൽഫയാണെങ്കിൽ നമ്മൾ റിജക്റ്റ് ചെയ്ത് കളഞ്ഞു. നമ്മൾ ക്ലാസ്സിൽ ചെയ്യുമ്പോൾ നിങ്ങളിത് മാത്രം ചെയ്താൽ മതി. മാത്തമാറ്റിക്സിൻ്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ ഇതാണ് ചെയ്യേണ്ടത്. ബാക്കിയുള്ളതൊന്നും ചെയ്ത് നോക്കണ്ട. നിങ്ങൾ കിട്ടിയ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ വാല്യൂ നോക്കുക, ടേബിൾ വാല്യൂ നോക്കുക. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ വാല്യൂ ടേബിൾ വാല്യൂവിനേക്കാൾ കൂടുതലാണെങ്കിൽ നൾ ഹൈപ്പോസിസ് റിജക്റ്റ് ചെയ്ത് കളയും.
ഇവിടെ നമ്മൾ അല്ലെങ്കിൽ പി വാല്യൂ എടുക്കും. പി വാല്യൂ ആൽഫയേക്കാൾ താഴെയാണെങ്കിൽ നൾ ഹൈപ്പോസ് റിജക്റ്റ് ചെയ്തോളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ നൾ ഹൈപ്പോസ് റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞു. റിജക്റ്റ് ചെയ്തു. അപ്പോൾ എന്താ കിട്ടിയത്? There is a strong statistical evidence that the HRM department mean productivity rating is higher than the company mean 3.8. HR മാനേജ്മെൻറ്റിൻ്റെ പ്രൊഡക്ടിവിറ്റി റേറ്റിംഗ് കമ്പനിയുടെ പ്രൊഡക്ടിവിറ്റി റേറ്റിങ്ങിനേക്കാൾ കൂടുതലാണ് എന്നുള്ളതാണ്. ഇനി നമുക്കതിൻ്റെ പ്രോഗ്രാം ഒന്ന് നോക്കാം. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 15 സാമ്പിൾ നമ്മൾ എടുക്കുന്നുണ്ട്. ആ 15 സാമ്പിൾ നമുക്ക് തരുന്നില്ല. നമ്മളത് ജനറേറ്റ് ചെയ്യണം. ഇതാ. അപ്പം ഇമ്പോർട്ട് നമ്പർ ആസ് NB ഫ്രം സൈബൈ ഇമ്പോർട്ട് സ്റ്റാറ്റ്സ് ദെൻ ജനറേറ്റ് റാൻഡം HR റേറ്റിംഗ്. 15% HR റേറ്റിംഗ് നമ്മൾ റാൻഡമായിട്ട് ചെയ്യണം. അതാണ് ഇനി ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ NB റോട്ട് റാൻഡം ഡോട്ട് സീഡ് 42. ഈ സീഡ് 42 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പ്രാവശ്യവും ഒരേ സാമ്പിൾ തന്നെ ജനറേറ്റ് ചെയ്യണം. അതിനാണ് റീപ്രൊഡ്യൂസിബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. സീഡ് കൊടുക്കുന്നത് സീഡ് 42 അല്ല, ഏത് നമ്പർ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഈ ഒരു നമ്പർ എപ്പോഴും കൊടുക്കുന്നേ ഉള്ളൂ. റാൻഡം ഡോട്ട് സീഡ് 42. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അടുത്തത് നോക്ക്. റേറ്റിംഗ് NB ഡോട്ട് റൗണ്ട് NB ഡോട്ട് റാൻഡം നോർമൽ. ഇതുണ്ടാ, ഈ നോർമൽ എന്ന് പറഞ്ഞാൽ നോർമൽ ഡിസ്ട്രിബ്യൂഷനായിട്ടുള്ള സാമ്പിൾ വേണം. അതിൻ്റെ മീൻ 4 ആയിരിക്കണം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 2 ആയിരിക്കണം. സൈസ് 15, സാമ്പിൾ സൈസ് 15 ആയിരിക്കണം. ഒരു ഡെസിമലിന് കറക്റ്റ് ചെയ്തെടുക്കണമെന്നാണ് പറയുന്നത്. നമ്മൾ ഇതെടുക്കുക NB റോട്ട് റൗണ്ട് NB റാൻഡം നോർമൽ, അതാണ്. ആ 15 സാമ്പിൾ എടുക്കണം. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ അടുത്ത് പറയുന്നത് റേറ്റിംഗ് NB ഡോട്ട് ക്ലിപ്പ് റേറ്റിംഗ് 1 to 5, 1 മുതൽ 5 വരെയുള്ള എടുക്കാൻ പാടുള്ളൂ. അങ്ങനെ ഇങ്ങനെ എടുക്കുമ്പോൾ 1 താഴെയുള്ളതാണെങ്കിൽ അത് 1 ആയിട്ട് എടുക്കും, 5 കൂടുതലുള്ളതാണെങ്കിൽ 5. അപ്പം നമുക്ക് കിട്ടേണ്ടത് ഔട്ട്സ്റ്റാൻഡിങ്, വെരി ഗുഡ്, ഗുഡ്, ആവറേജ്, ബിലോ ആവറേജ്, അങ്ങനെ 5 റേറ്റിംഗ് ആണ് വേണ്ടത്. അതിനിടയ്ക്ക് ഒരു 5 റേറ്റ് അങ്ങനെയാണ് നമ്മൾ എടുക്കുക. അല്ലെങ്കിൽ അതിനിടയിലുള്ള റേറ്റിംഗ് 1.3, 2.3, 4.5 അങ്ങനെയൊക്കെ വരാം. 1 കൂടുതലും 5 താഴെയായിരിക്കണം റേറ്റിംഗ്. നമ്മൾ സാധാരണ 1, 2, 3, 4, 5 ആണ് എടുക്കുന്നത്. പക്ഷേ ഇവിടെ റേറ്റിംഗ് നമ്മൾ 1 മുതൽ 5 വരെയുള്ളത് ഏതും കൊടുക്കാം. 3.5 കൊടുക്കാം. 3.5 എന്ന് പറഞ്ഞാൽ 3ക്കും 4നും ഇടയിലൊന്നേ ഉള്ളൂ. അങ്ങനെയുള്ളത് കൊടുക്കാം. പിന്നെ ഡിഫൈൻ നൾ ഹൈപ്പോസ് മീൻ ഈക്വൽ ടു 3.8. അടുത്ത് 1 സാമ്പിൾ ടെസ്റ്റാണ് നടത്തുന്നത്. ഇവിടെ എടുത്തു. ഈ 1 സാമ്പിൾ 2 ടൈൽ ടെസ്റ്റാണ് എടുക്കുന്നത്. 1 സാമ്പിൾ ടെസ്റ്റ്, അതുകൊണ്ട് 2 ടൈൽ ടെസ്റ്റാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിവിടെ പി വാല്യൂ 1 ടൈൽഡ്, ഇവിടെ പി വാല്യൂ 2 ടൈൽഡ് ആണ് എടുക്കുന്നത്. അതുകൊണ്ട് പി വാല്യൂ 1 ടൈൽ എടുക്കാനായിട്ട് അതിൻ്റെ പകുതി എടുക്കണം. ഇനിയല്ല, ഇത് നെഗറ്റീവ് ആണെങ്കിൽ, ഇങ്ങനെ വരുവാണെങ്കിൽ ഇത് എടുക്കണം. ഇതിലേതെങ്കിലും ഒന്നാ വരിക 2 ടൈല്. അത് നമ്മൾ ലെഫ്റ്റും റൈറ്റും വരുന്നതിനനുസരിച്ച്. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം എടുക്കുക. ഇതെല്ലാം നിങ്ങൾ ചെയ്ത് നോക്കുക. ഇതൊക്കെ ഇത് ചെയ്യുക. എന്നിട്ട് 1 ടൈല് പി വാല്യൂ ലെസ് ദാൻ ആൽഫ ആണെങ്കിൽ നൾ ഹൈപ്പോസ് റിജക്റ്റ് ചെയ്ത് കളയും. ഗ്രേറ്റർ ദാൻ ആൽഫ ആണെങ്കിൽ നൾ ഹൈപ്പോസ് ആക്സെപ്റ്റ് ചെയ്ത് കളയും. ഇതാണ്. അപ്പോൾ ഇതിൻ്റെ കോഡ് നിങ്ങൾ ഓർത്തിരുന്നോണം. കോഡ് നമ്മൾ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ദെൻ ഇതിൻ്റെ ഔട്ട്പുട്ട്. അപ്പോൾ നമ്മൾ 15 സാമ്പിൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ചെയ്യും. ഇവിടെ നമ്മൾ എടുക്കുന്നുണ്ട്. ഇതെന്താ 15 സാമ്പിൾസ് സെലക്ട് 15. ഇതുണ്ടാ ഇവിടെ എടുക്കുന്നുണ്ട്. NB റോഡ് 15 സാമ്പിൾ റാൻഡമായിട്ട് 1നും 5നും ഇടയിൽ. അതാണിതാ HR റേറ്റിംഗ്സ് സാമ്പിൾ റേറ്റിംഗ് 15 എംപ്ലോയീസ്. ഇതാണ് നമുക്ക് ആ 15 എംപ്ലോയീസിന് 4.1, 4.0, 4.1, 4.3 ആൻഡ് സോ ഓൺ. ഇത് നമ്മൾ റാൻഡമായിട്ട് നമ്മൾ പൈത്തന് കോഡ് കൊടുത്തിട്ട് ചെയ്യിക്കുന്നതാണ്. നമ്മൾ കൊടുക്കുന്നതല്ല. ഇനി നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് അവിടെ കൊടുക്കാം. ഇവിടെ നമ്മളത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ സാമ്പിൾ മീൻ 4.007, സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 0.194. നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 0.2 എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 0.2ൻ്റെ അടുത്തുള്ള സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ഇതാണ്. 1 ടൈൽഡ് പി വാല്യൂ ഇതാണ്. ഇത് ലെസ് ദാൻ 0.05 ആയതുകൊണ്ട് നൾ ഹൈപ്പോസ് റിജക്റ്റ് ചെയ്ത് കളഞ്ഞു.
കൺക്ലൂഷൻ റിജക്ട് നൾ ഹൈപ്പോസ് HR പ്രൊഡക്ടിവിറ്റി ഈസ് സിഗ്നിഫിക്കൻ്റ്ലി ഹയർ ദാൻ കമ്പനി ആവറേജ്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ കോഡ് നന്നായിട്ട് ഓർത്തിരുന്നോളുക. ഓക്കെ.